ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ജീവൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും അട്ടപ്പാടി താവളം സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ സജ്ജമാക്കുന്ന മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം ഏറ്റുപറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സഭാപ്രസംഗകൻ 12-ാം അധ്യായം 13-ാം തിരുലിഖിതം. ദൈവഭയമുള്ളവനായിരിക്കുക, ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെ. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം. നിങ്ങൾ വീട്ടിലിരിക്കുന്നവരും ഈ ടീമിനോട് ചേർന്ന് ഇപ്പോൾ അവിടെ ഇരുന്ന് ഏറ്റു പറയണം. ദൈവഭയമുള്ളവനായിരിക്കുക, ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും കർത്തവ്യവും ഇത് തന്നെ. ഇത് തന്നെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കുടുംബത്തിന്റെ അനുഭവം ശ്രദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമുണ്ട്. പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധി എത്തും. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. തിരുവനന്തപുരം അനന്തപുരി കൺവെൻഷനിൽ വർഷങ്ങളായി വേദനിക്കുന്ന ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥനയിൽ ദൈവം എങ്ങനെ ഇടപെട്ടു, അവരുടെ വാക്കുകളിലൂടെ നമുക്ക് ശ്രവിക്കാം. എന്റെ പേര് ബിന്ദു ബെനറ്റ്. ഞാൻ വട്ടിയൂർക്കാവിൽ നിന്ന് വരുന്നു. വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവർ കുടുംബം ഞങ്ങൾക്ക് 8 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, 8 വർഷമായി ഇവർക്ക് മക്കളില്ലായിരുന്നു. കഴിഞ്ഞ 2012 അനന്തപുരി കൺവെൻഷനിൽ ഞങ്ങളുടെ പങ്കെടുക്കുകയുണ്ടായി. കഴിഞ്ഞ ജനുവരിയിലുള്ള അനന്തപുരി കൺവെൻഷനിൽ ഇവര് രണ്ടുപേരും കൂടി കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങൾക്ക് മക്കളെ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ദിവസം മട്ടായിൽ അച്ഛൻ പ്രാർത്ഥിച്ച് പറയുകയുണ്ടായി, 8 വർഷം കഴിഞ്ഞ ഒരു ദമ്പതിയെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു. 8 വർഷങ്ങളായി മക്കളില്ലാത്ത ഒരു കുടുംബത്തിന് ദൈവം കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നുവെന്ന് രണ്ടാമത്തെ ദിവസം സ്റ്റേജിൽ ഒരു സന്ദേശം അനൗൺസ് ചെയ്യപ്പെട്ടു. അത് ഇവരങ്ങോട്ട് വിശ്വസിച്ചു. ഞാനത് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. അപ്രകാരം 1 മാസം കഴിഞ്ഞ് പരിശോധനയിൽ ഞാൻ ഗർഭിണിയാവുകയും കഴിഞ്ഞ സെപ്റ്റംബർ 14-ാം തീയതി ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം നൽകി. ഇതാ ആ കുട്ടിയുമായി വന്ന് ഇന്ന് ആ കുടുംബം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നോക്കിയേ, ഈശോ ഈ ഗ്രൗണ്ടിൽ സന്നിഹിതനായി തന്റെ ജനത്തിന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരമരളിയ സംഭവമാണ് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ ഈശോ പറഞ്ഞു, എൻ്റെ അരികിൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ആലയത്തിൽ, എൻ്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ അവർക്ക് സന്തോഷം നൽകും. എൻ്റെ ആലയം എല്ലാവർക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ടാണ് നാനാജാതി മതസ്ഥര് ഒരുമിച്ച് ദൈവത്തിന്റെ സ്വരം ഇവിടെ ശ്രവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദുഃഖത്തിൽ കർത്താവ് ഇടപെട്ട് ഇവരുടെ ആ ദുഃഖത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്ത് ഇവരുടെ സങ്കടത്തെ സന്തോഷമാക്കി രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ ആരെങ്കിലും ശുശ്രൂഷ ചേരാൻ അവരെ ഇപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിക്കുക. ഒരു കൂട്ടായ്മയായി തീഷ്ണമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ഒരു ദിവസം ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവനെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവനെ, ഏക മനസ്സോടെയുള്ള ഏക
മനസ്സോടെ ഉള്ള ഞങ്ങളുടെ നിലവിളി ശ്രവിക്കണമേ. ഞങ്ങളുടെ നിലവിളി ശ്രവിക്കണമേ. ക്ഷീണങ്ങൾ എടുത്തു മാറ്റണമേ. ക്ഷീണങ്ങൾ എടുത്തു മാറ്റണമേ. ഉണർവ് നൽകണമേ. ഉണർവ് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് ആവർത്തിച്ച് യേശുവിന്റെ നാമം ഉരുവിട്ട് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വലിയൊരു അത്ഭുതം കർത്താവ് ഈ സമൂഹത്തിലേക്ക് വർഷിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കുട്ടികൾ മുതിർന്നവരെല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിക്കുക. ഹൃദയം ഏകാഗ്രമാക്കി ദൈവത്തിലേക്ക് അർപ്പിക്കുക. കണ്ണുകൾ അടയ്ക്കുന്നു. ഉറക്കെ സ്തുതിക്കുന്നത് യേശുവേ യേശുവേ എന്ന് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കണമേ കർത്താവേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയുടെ നാമം ഉരുവിടുന്ന മക്കളുടെ മേൽ അഭിഷേകം നിറയ്ക്കണമേ കർത്താവേ. എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, എല്ലാ അഭിഷേകവും നിറയട്ടെ, കൃപ നിറയട്ടെ. യേശുവേ 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 യേശുവേ. അഭിഷേകം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ, സ്നേഹം നിറയട്ടെ. ആരാധന ആരാധന യേശുവേ, ആരാധന. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം. എന്നിട്ടും ദൈവം അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പമാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് മകുടമണിയിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം മഹത്വവും ബഹുമാനവും കൊണ്ട് മകുടമണിയിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദൂതന്മാരെക്കാൾ അല്പമാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് മകുടമണിയിച്ച്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് നമ്മൾക്ക് എത്ര തന്നാലും പോരാ പോരാ എന്ന് ദൈവം ചിന്തിക്കുകയാണ്. ദൈവം നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം പകരുകയാണ്. അങ്ങനെ മഹത്വവും ബഹുമാനവും കൊണ്ട് ദൈവം നമ്മെ മകുടമണിയിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം തൻ്റെ ആ ഒരു കൃപ, ആ ഒരു ശക്തി നമ്മുടെ മേൽ നിവേശിപ്പിക്കുമ്പോൾ നാം അസാധാരണ കഴിവുകളുള്ളവരായി രൂപാന്തരപ്പെടും. സുഭാഷിത പുസ്തകത്തിൽ 30-ാം അധ്യായം 25, 26, 27 തിരുലിഖിതങ്ങൾ. എറുമ്പിൻ കൂട്ടം എത്രയോ ദുർബലം, എങ്കിലും അവ വേനൽക്കാലത്ത് ആഹാരം കരുതി വെക്കുന്നു. കുഴിമുയൽ കെൽപ്പില്ലാത്തൊരു കൂട്ടം, എങ്കിലും അവ പാറകളിൽ പാർപ്പിടം നിർമ്മിക്കുന്നു. വെട്ടുകിളികൾക്ക് രാജാവില്ല, എങ്കിലും അവ അണിയണിയായി നീങ്ങുന്നു. ഓരോ വിവിധ മേഖലകളിൽ നിന്ന് ദൈവത്തിൻ്റെ ദാസൻ 1-2 ഉദാഹരണങ്ങൾ എടുത്തിരിക്കുകയാണ്. ദൈവം തൻ്റെ വൈഭവം അവയ്ക്ക് അങ്ങോട്ട് കൊടുത്ത്, അപ്പോൾ അവ എങ്ങനെ ഈ പ്രപഞ്ചത്തിൽ രൂപാന്തരപ്പെട്ട്. എറുമ്പിൻ കൂടെ തീരെ ചെറുത്, പക്ഷെ വലിയ MBA പഠിച്ചവരെക്കാൾ വിദഗ്ധമായി സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിവുള്ളവരായി മാറി. മാനേജ്മെന്റ് പവർ അവർക്ക് ദൈവം അങ്ങോട്ട് കൊടുത്ത്. മഴക്കാലം വരും, തകർച്ച കാറ്റും മഴയും ഉണ്ടാകും, വെള്ളം പൊങ്ങും. അന്ന് ഭക്ഷണം ഉണ്ടായില്ല. ഇന്ന് നേരത്തെ പണ്ട് പൂർവ്വപിതാവായ ജോസഫ് ഈജിപ്തിൽ ക്ഷാമം വരുമെന്നറിഞ്ഞ് ക്ഷാമകാലത്തേക്ക് അത് മാനേജ് ചെയ്യാൻ വേണ്ടി ധാന്യങ്ങളെല്ലാം ശേഖരിച്ച് കൂട്ടി വെച്ചതുപോലെ ഈ എറുമ്പിൻ കൂട്ടം ഇതാ എനിക്ക് മഴക്കാലം വരുമെന്നറിഞ്ഞ് അത് മാനേജ്മെന്റിന്റെ ആ സ്കിൽ ഉപയോഗിച്ച് ഇതാ ക്ഷാമകാലത്തേക്ക് ശേഖരിച്ചു കൂട്ടുകയാണ്. അതാണ് പറയുന്നത്, എറുമ്പിൻ കൂട്ടം എത്രയോ ദുർബലം, എന്നാൽ അവ വേനൽക്കാലത്ത് ആഹാരം കരുതി കൂട്ടിവെക്കുന്നു. ഇനി വീണ്ടും അടുത്തത്, കുഴിമുയൽ കെൽപ്പില്ലാത്തൊരു കൂട്ടം, അവ പാറകളിൽ പാർപ്പിടം നിർമ്മിക്കുന്നു. മനുഷ്യന് പോലും ബുദ്ധിമുട്ടുള്ള പ്രദേശം അവിടെ പാർപ്പിടം, അതിൻ്റെ മുകളിൽ ഒരു പാർപ്പിടം നിർമ്മിക്കുക. ഇതടുത്തത് വചനം പഠിപ്പിക്കുകയാണ്,
വെട്ടുകിളികൾക്ക് രാജാവില്ല, എങ്കിലും അവ അണിയണിയായി എത്ര പരിശീലനം കൊടുത്താലും പിന്നെ മനുഷ്യന് ചിലപ്പോൾ പേക്കോ എന്ന് പറയുന്നത്. എന്നാൽ ഈ വെട്ടുകളുടെ കാര്യം എങ്ങനെയാ? ആ ആകാശത്ത് പറക്കുന്ന ആ ഞാറപ്പക്ഷികളെ നിങ്ങൾ നോക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേക വിധം പരിശീലനം നേടിയ ഒരു വ്യൂഹം. വെട്ടുകിളികൾക്ക് രാജാവില്ല, എങ്കിലും അവ അണിയണിയായി നീങ്ങുന്നു. പ്രപഞ്ചത്തിൽ ദൈവം തൻ്റെ ഒരു ചൈതന്യം അതുങ്ങൾക്ക് കൊടുത്തപ്പോൾ വളരെ വൈദഗ്ധ്യമുള്ളവരായി അവരെല്ലാം മാറി. അവർ മകുടമണിഞ്ഞ് കഴിവിൽ മികവുറ്റവരായി അവർ മാറി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ ദൈവം മനുഷ്യന് തൻ്റെ കഴിവ്, തൻ്റെ മികവ്, തൻ്റെ ജ്ഞാനം, തൻ്റെ ചൈതന്യം മനുഷ്യന് ദൈവം പകർന്നു കൊടുക്കും. അങ്ങനെ മനുഷ്യനെ ദൈവം മകുടമണിയിക്കുകയാണ്. ദൈവത്തിന്റെ വചനം സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുകയാണ്, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച കിട്ടിയ മറ്റൊരു മേഖലയാണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ 30 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവിടെ മോശപ്രവാചന കാലത്ത് ദൈവം ജനത്തിന്റെ ഇടയിൽ തന്റെ കഴിവ് പകർന്നു കൊടുത്തതിനെ കുറിച്ച് നാം വായിക്കുകയാണ്. 35-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, യൂദാ ഗോത്രത്തിലെ ഹൂറിന്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം ബസാലേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അങ്ങോട്ട് പ്രത്യേകം തെരഞ്ഞെടുത്തു. എന്നിട്ട് അവൻ്റെ മേൽ തൻ്റെ ചൈതന്യം അങ്ങോട്ട് നൽകി. എന്നിട്ട് ദൈവം അവനെ അങ്ങോട്ട് അനുഗ്രഹിച്ചു. അപ്പോൾ അവൻ എന്ത് മികവുണ്ടായി? 32-ാം വാക്യത്തിൽ വായിക്കുകയാണ്, കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത്. അവിടുന്ന് അവനും ദാൻ ഗോത്രത്തിലെ അഹീസാമാക്കിന്റെ പുത്രൻ ഒഹോലിയാബിനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്ക കഴിവ് നൽകിയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മികവ് ദൈവം അങ്ങോട്ട് നൽകി. ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാലും കാണാൻ പറ്റും. അതായത് പ്രത്യേക വിധത്തിൽ ചൈതന്യം കൊണ്ട് ദൈവം മികവുറ്റവരാക്കിയ ആളുകൾ. വിതക്കാരനെ നോക്കുക, ആ വിതക്കാരൻ ഒരു പിടി വിത്തെടുത്ത് ആ വിതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക വൈദഗ്ധ്യം അദ്ദേഹത്തിന്റെ മേൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉഴവുകാരനെ നോക്കുക, ഒരു പ്രത്യേക തരത്തിലുള്ള വൈദഗ്ധ്യം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കട്ടയുടയ്ക്കുന്നവനാണെങ്കിലും ഞാറ് നടുന്നവനാണെങ്കിലും ഒരു ജ്ഞാനം കൊണ്ട് നയിക്കപ്പെടുകയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും വേണ്ട, ചായ വെക്കുന്ന ഒരാളെ നോക്കുക, ആ ചായ വെക്കുന്ന ഒരു പ്രത്യേക കൈപ്പുണ്യം, ആളുകളുടെ കൈപ്പുണ്യം എന്ന് പറയും, പക്ഷെ അതല്ല, ദൈവത്തിന്റെ ജ്ഞാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജനത്തെ നയിക്കാനാണെങ്കിലും, ഭക്ഷണം പാചകം ചെയ്യാനാണെങ്കിലും, വാഹനം ഓടിക്കുന്നതിനാണെങ്കിലും, ജനത്തെ ഭരിക്കുന്ന കാര്യമാണെങ്കിലും, സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന കാര്യമാണെങ്കിലും, ജനത്തിന് വേണ്ടി ശേഖരിച്ചു കൊടുക്കുന്ന എല്ലാറ്റിലും ഒരു ജ്ഞാനം പ്രവർത്തിക്കുമ്പോഴാണ് മനുഷ്യൻ മഹത്വവും ബഹുമാനവും കൊണ്ട് മകുടമണിയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ ഉണരണം. നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പോരാ. ഞാൻ നിങ്ങൾ ഉണർന്ന് ദൈവത്തിന്റെ ഈ ചൈതന്യം കൊണ്ട്, ദൈവത്തിന്റെ ജ്ഞാന ചൈതന്യം കൊണ്ട് നാം നിറയണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം 6-ാം വാക്യം, മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് അവർക്ക് സിദ്ധികൾ നൽകി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓരോ മനുഷ്യനും ഈ ചൈതന്യം പ്രാപിച്ച്, ഈ കൃപ പ്രാപിച്ച് ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന് ഒരു മഹത്വമായി മാറാൻ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തന്റെ ജ്ഞാന ചൈതന്യം നമ്മുടെ മേൽ വർഷിക്കാൻ തയ്യാറാണ്. ഈ പ്രപഞ്ചത്തിലെ എറുമ്പിന്റെ മേലും, ഈ പ്രപഞ്ചത്തിലെ കുഴിമൊയലിന്റെ മേലും, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവികളുടെ മേലും ദൈവം തന്റെ ജ്ഞാന ചൈതന്യത്തെ കൊടുത്തിരിക്കുകയാണ്. ജോബിന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിലെ 36-ാമത്തെ തിരുലിഖിതം, ഈ ബീസിന് ജ്ഞാനവും
പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തത് ആരാണെന്ന് നീ ചിന്തിക്കുന്നുവോ? ഈ ബീസിന് ജ്ഞാനവും പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തത് ആരാണെന്ന് നീ ചിന്തിക്കുന്നുവോ? ഓരോ ജീവിവർഗത്തിനും ഈ ജ്ഞാനം ദൈവം പകർന്നു കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ മാലാഖമാരേക്കാൾ അല്പമാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് മുടി ചൂടിക്കാൻ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്ന മനുഷ്യന്റെ മേൽ എത്രയോ അധികമായി അവിടുന്ന് ഈ അഭിഷേകം ചൊരിയുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ ചിലർ ചിന്തിക്കുകയാണ്, ഞാനൊരു മൂഢനാണ്, ഞാനൊരു ഭോഷനാണ്, എനിക്ക് തിരിച്ചറിവില്ല, ഞാനൊരു കുഴിമടിയനാണ്. അങ്ങനെ ചിന്തിക്കരുത്. സങ്കീർത്തന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 8-ാമത് തിരുലിഖിതത്തിൽ കർത്താവ് സകല മർത്യർക്കുമായി ഒരു പ്രത്യേക വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ വരെയും നിനക്ക് ഞാൻ അധീനമാക്കും. പ്രിയ പൈതലേ, ഒരുപക്ഷെ ഒരു കുറവോ മൂഢതയോ വഷളത്വത്തിന്റെയോ ഒരു മനുഷ്യനായിരിക്കാം. പക്ഷെ നീ നുണരുക, നീ നുണർന്ന് കർത്താവിന് മുമ്പിലേക്ക് വരിക. നീ കർത്താവിനോട് പറയുക, കർത്താവേ, ഞാനൊരു ഭോഷനാണ്, ഞാൻ വഷളത്വത്തിന്റെ മനുഷ്യനാണ്, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ മടയത്തരം കാണിക്കുന്നവനാണ്, ഞാനൊരു ബോണ്ടനാണ്. നിന്റെ അവസ്ഥ എന്താണോ അത് അതുപോലെ കർത്താവിനോട് പറയുക. എന്നിട്ട് കർത്താവിനോട് പറയണം, എനിക്ക് ജ്ഞാനം വേണം കർത്താവേ, എനിക്ക് ഉണർവ് വേണം കർത്താവേ, എനിക്ക് തിരിച്ചറിവ് വേണം കർത്താവേ, എനിക്ക് കൃപ വേണം കർത്താവേ. അങ്ങനെ ജ്ഞാന ചൈതന്യം കൊണ്ട് എന്നെ നയിക്കണം. നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് നിനക്ക് ജ്ഞാന ചൈതന്യം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം അതിൽ 7-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, എനിക്ക് ജ്ഞാന ചൈതന്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. വചനം ഒന്ന് ഏറ്റു പറയാം. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, എനിക്ക് ജ്ഞാന ചൈതന്യം ലഭിച്ചു. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മുമ്പിൽ ഒരു ദൈവ പൈതൽ ചെന്നാൽ അവര് ജ്ഞാനത്തിന്റെ ചൈതന്യം കർത്താവ് കൊടുക്കും. സഭാപ്രസംഗന പുസ്തകം 2-ാം അധ്യായം 26-ാം തിരുലിഖിതം, തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. പാപിക്കാകട്ടെ സമ്പത്ത് ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു. പ്രിയ പൈതലെ, ജ്ഞാന ചൈതന്യം കൊണ്ട് നിറയണം. ആ ജ്ഞാന ചൈതന്യമാണ് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത്. ഈ ജ്ഞാന ചൈതന്യമാണ് ഈ പ്രപഞ്ചത്തിൽ നാം മഹത്വവും ബഹുമാനവും കൊണ്ട് മകുടമണിയിക്കപ്പെടുന്ന ആ മേഖല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ കരങ്ങൾ എന്റെ മേൽ വെക്കണമേ. വഷളത്വത്തിന്റെയും അബദ്ധത്തിന്റെയും പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. വഷളത്വത്തിന്റെയും അബദ്ധത്തിന്റെയും കറകളൊക്കെയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, വിവേകം കൊണ്ട് നിറയ്ക്കണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം കുട്ടികളും വിദ്യാർത്ഥികളും കൂടുതൽ പ്രാർത്ഥിക്കണം. ബുദ്ധിയിലേക്ക് ജ്ഞാന ചൈതന്യം നിറയണം, ഓർമ്മയിലേക്ക് ജ്ഞാന ചൈതന്യം നിറയണം, അന്തരംഗത്തിലേക്ക് ജ്ഞാന ചൈതന്യം നിറയണം. എല്ലാ മുഷ്കു സ്വഭാവങ്ങളും വിട്ടുപോകണം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുട്ടികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ജ്ഞാനത്തിന്റെ ആത്മാവിനെ അയക്കണമേ കർത്താവേ. പുതിയ ചൈതന്യം അയക്കണമേ കർത്താവേ. പുതിയൊരു അറിവ് തുറക്കണമേ കർത്താവേ. പുതിയൊരു ആത്മാവിനെ നിവേശിപ്പിക്കണമേ കർത്താവേ. പുതിയൊരു അഭിഷേകം നൽകണമേ കർത്താവേ. ആഹ്ലാദിക്കാൻ തക്കവണ്ണം ജ്ഞാനം നൽകണമേ കർത്താവേ. ദൈവത്തിൽ ആഹ്ലാദിക്കാൻ തക്ക ജ്ഞാനം നൽകണമേ. സ്വർഗത്തെ കുറിച്ച് ആഹ്ലാദിക്കാൻ തക്ക ജ്ഞാനം നൽകണമേ. നിത്യതയെ കുറിച്ച് ആഹ്ലാദിക്കാനുള്ള ജ്ഞാനം നൽകണമേ. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ജ്ഞാനം നൽകണമേ. വേണ്ടതെല്ലാം തിരിച്ചറിയാനുള്ള ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. യേശുവിന്റെ അത്ഭുതമായ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ മറനാത്ത. Come, Lord Jesus. ജീവനേകും ദിവ്യകാരുണ്യം യേശുവേ നീയല്ലയോ, ഏകദൈവം ഞങ്ങൾക്കേകും രക്ഷകൻ നീയല്ലയോ, ഒരു നാളിലും പിരിയാതെ നിൽക്കും സ്നേഹം നീയല്ലയോ. ജീവനേകും ദിവ്യകാരുണ്യം യേശുവേ നീയല്ലയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ ഒരു നിമിഷം നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം എളിമപ്പെടുത്താം. ദൈവമേ, ഞാനൊരു പാവ മനുഷ്യനാണ്, തീരെ നിസ്സാരനാണ്. അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഈ നിലയിലായിരിക്കുകയാണ്. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, വന്നുപോയ അഹങ്കാരത്തിനെല്ലാം മാപ്പ് ചോദിക്കാം. രോഗികൾ രോഗാവസ്ഥയിൽ ഈശോയെ നോക്കി കരഞ്ഞു വിളിക്കണം. അവിടുന്ന് അരികിലേക്ക് വന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? കൈകൾ ഈശോയുടെ പക്കലേക്ക് ഇപ്പോൾ ഉയർത്താം. കുട്ടികളെ, ഇപ്പോൾ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക. അനേക സിസ്റ്റേഴ്സും വൈദികരും തിരുസഭാ ശുശ്രൂഷകരും ഇപ്പോൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി കരഞ്ഞു വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കുട്ടികളെ അനുഗ്രഹിക്കണമേ, ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, രോഗികളുടെ മേൽ ശക്തി ഒഴുക്കണമേ, തകർന്ന ജീവിതങ്ങളെ പുനരുദ്ധരിക്കണമേ, നാശാവശിഷ്ടങ്ങളെ ഉയർപ്പിക്കണമേ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഒരു നാളിലും പിരിയാതെ നിൽക്കും സ്നേഹം നീയല്ലയോ. Come, Lord Jesus.